കേരളത്തിൽ ആദ്യമായിട്ട് ഏറ്റവും നല്ല ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയ മഹാനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ശ്രീ ഗൾഫാർ മുഹമ്മദ് അലി. അദ്ദേഹത്തിന് മുമ്പ് ഇവിടെ കല്യാണ ഹാളുകളും ഹോട്ടലുകളിലെ ബാങ്ക്വറ്റ് ഹാളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏകദേശം 20 ഏക്കറോളം സ്ഥലം മരട് പഞ്ചായത്തിലെടുത്ത് അവിടെ ഒരു ഹോട്ടലും കൺവെൻഷൻ സെൻറ്ററും തുടങ്ങിയതിന് ശേഷം ആ മരട് പഞ്ചായത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. അതിപ്പോൾ പഞ്ചായത്തല്ല, കൊച്ചിയുടെ ഷേപ്പ് മാറിപ്പോയി. ഗൾഫിൽ ഒരുപാട് മലയാളികൾ പോയിട്ടുണ്ട്, ഒരു പണം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം വലിയൊരു കേരളത്തിന് പ്രയോജനം ചെയ്ത ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ തന്നെ പ്രയാസമായിരുന്നു, വളരെ അപൂർവമാണ്. അദ്ദേഹം തുടങ്ങിയ ആ കൺവെൻഷൻ സെൻറ്ററിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എന്ന് പറയുന്ന ജിം നടന്നത്. അത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്നൊക്കെ ആ കൺവെൻഷൻ സെൻറ്റർ, അതായത് ഒരു വലിയൊരു ഹാള്, പിന്നെ ചെറിയ ചെറിയ സെമിനാർ ഹാളുകൾ, ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ്, ഡൈനിങ് ഏരിയ, ഇതൊക്കെ ആയിട്ട് അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇതിൽ വരുന്ന ഡെലിഗേറ്റ്സിന് താമസിക്കാനുള്ളൊരു 5 സ്റ്റാർ ഹോട്ടൽ, ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മുമ്പ് കേരളത്തിലില്ലായിരുന്നു. അത് അങ്ങ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങ് ഈ കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയതിന് ശേഷമുള്ള അങ്ങയുടെ എക്സ്പീരിയൻസ് ഒന്ന് വിശദീകരിക്കാമോ? ഈ ഒരു കൺവെൻഷൻ സെൻറ്റർ എന്നുള്ള കൺസെപ്റ്റ് ദാറ്റ് ഈസ് ഒരു സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ടാണത്. ഒരു സിറ്റിയിലേക്ക് നമ്മൾക്ക് ഒരു ആളുകളെ വരണമെങ്കിൽ അവർക്ക് ഓഫ് കോഴ്സ് ടൂറിസം ഉണ്ട്, ഇപ്പോൾ നമ്മളുടെ കോൺഫറൻസുകളുണ്ട്, മറ്റ് പ്രോഗ്രാമുകൾ, ലെക്ചർ സീരീസ്, ഇവ ഉണ്ടെങ്കിലാണ് ഇതിനു വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുവാൻ നമ്മൾ കൊച്ചി എയർപോർട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് കൊച്ചി എയർപോർട്ട് വരുന്നു. അപ്പോൾ ഇതിനൊക്കെ വരണമെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും മറ്റുള്ള സൗകര്യങ്ങളും വേണമല്ലോ. അത് അനുബന്ധ സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഞാൻ 92 ബോസ്റ്റണിൽ പോയപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അന്ന് ഞാൻ അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് ചെന്നപ്പോൾ താമസിക്കാൻ ഒരു ഹോട്ടലും സ്ഥലം കിട്ടിയില്ല. അത്രയും കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊരു വലിയ 2 കോൺഫറൻസ് നടക്കുന്നു. അപ്പോൾ അത് തന്മൂലം ഇൻ്റർനാഷണൽ ബോസ്റ്റൺ സിറ്റിയിൽ. അപ്പോൾ അന്ന് അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയയാണ് ഞാനത് കേരളത്തിൽ നിന്നിലേക്ക് കൊണ്ടുവന്നത്. കാരണം അതിനൊരു കാരണമുണ്ട്. അന്ന് ഒരിക്കൽ നായനാർ സാറായിട്ട് ഇരിക്കുമ്പോൾ നായനാർ സാറ് ചോദിച്ചു, നിങ്ങൾ ഈ ഗൾഫുകാർ പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നാടിനെന്താ കാര്യം? ഒന്ന് മൂപ്പര് എന്നെ ടോണ്ട് ചെയ്തൊന്ന് സംസാരിച്ചതാണ് 95. അപ്പം സാറേ, ഞാൻ 10-25,000 അന്ന് മലയാളികൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്ര ജോലി ഉണ്ടല്ലോ, അവർ പണി പഠിച്ചവർക്ക് എവിടെ പോയാലും ജോലി കിട്ടില്ല. നീ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, ഇവിടെ തൊഴിലുണ്ടാക്കി. ഇപ്പോൾ സാർ ഒരു ഡേറ്റ് പറ, ഞാനൊരു പരിപാടി ചെയ്യുക, സാർ വന്ന് തറക്കല്ലിട്ടാൽ മതി, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് 96 അദ്ദേഹം വന്ന് തറക്കല്ലിട്ടതും. അന്ന് ചതുപ്പുകൊണ്ട് ചെയ്തു. അവിടെ ആ ശരിയായ ലിങ്ക് റോഡ്, എന്താണ് പറയുക, ബൈപ്പാസ് റോഡിൽ ആദ്യത്തെ സംരംഭമുണ്ട്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടൗൺഷിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഒന്ന് കല്ലിട്ടു. ഞാൻ നിങ്ങളുടെ മനോരമയുടെ അന്നത്തെ ചീഫ് മാമൻ സാറിനാണ് അന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അന്ന് എന്തോ സുഖമില്ലാതെ പിന്നെ ഫിലിപ്പ് മാത്യു ആണ് വന്നത് ഉദ്ഘാടനം ചെയ്തത്. എന്തെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ, അത് എന്തുമാത്രം നാഷണൽ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ അവിടെ നടന്നു എന്നുള്ളതിൻ്റെ? 25 വർഷമായി അവർക്ക്. പക്ഷേ എത്ര ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് തുടങ്ങിയ അവസരം 99 അവിടുത്തെ നമ്മൾ ആദ്യമായി കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഡോക്ടേഴ്സ് കോൺഫറൻസ് കൊണ്ടുവന്നത്. അന്ന് ഏകദേശം 9,000 ഡോക്ടേഴ്സ് പങ്കെടുത്തു എന്നുള്ളതാണ് എനിക്കറിവ്. അത് തന്നെ ഒരു വലിയ വിജയമായിരുന്നു. ദാറ്റ് വാസ് മൈ വിഷൻ വാസ് ഫുള്ളി implemented and I was satisfied only with one conference. The rest is a history. ഈ കൺവെൻഷൻ സെൻറ്റർ വന്നതിന് ശേഷം പിന്നീട് ഗൾഫ് മലയാളികളെല്ലാം അവരുടെ നാട്ടിൻപുറത്തുമൊക്കെ കൺവെൻഷൻ സെൻറ്റർ എന്ന പേരിൽ, ആക്ച്വലി അത് വിവാഹ ഹാൾ മാത്രമാണ്, അങ്ങനെ ഉണ്ടാക്കുന്നൊരു അത് ഇന്നിപ്പോൾ വിവാഹ ഹാളായിരിക്കും. പക്ഷെ നാളെ നമ്മളിപ്പോൾ ഈ നമ്മളുടെ റൂറൽ ഏരിയ ഇറ്റ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ് with industrial park, നമുക്ക് a lot of attraction there in our rural area also. We can do that. There are people will come if it is a modern facility. ഞാൻ പറയില്ല, ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു, ഈ നാട്ടികയിൽ ഒരു ചെറിയൊരു ആയുർവേദ ഇതുണ്ട്.
ലോകത്ത് പല ഭാഗത്തുനിന്നും അവിടെ വരുന്നുണ്ട് ആൾക്കാർ. നാട്ടിലേക്ക് എന്താ മറ്റേ തിരുവനന്തപുരത്തെ ഒരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു റിസോർട്ട്, അവിടെ ഞാനൊരിക്കലും അവിടെ പോയിട്ടുണ്ട്. അവിടെയും ഞാൻ പോയിട്ടില്ല, പക്ഷെ എനിക്കറിയാം. ഞാൻ പല ഫ്ലൈറ്റിലും പല ആൾക്കാരെയും എൻ്റെ റിസോർട്ടിൽ വരുന്നു ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ ഈ ചെറിയ വില്ലേജുകളിലും കേരളത്തിൽ ഇതിനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് കേരള. അവർ ഈച്ച് വില്ലേജ് ഹാസ് യുണീക്ക്, our each district is unique, and there is something to offer new to the place, and eventually that all will, there is a place that will act as an infrastructure part of that panchayat or the district. അപ്പോൾ അങ്ങനെക്കുറിച്ചുള്ള ഒരു ഇപ്പോൾ പലരും മറന്നിരിക്കുന്ന ഒരു കാര്യം, ആ ITDC ഹോട്ടൽ അങ്ങാണ് ആദ്യം ഏറ്റെടുത്തത്. അത് വളരെ ചെറിയൊരു തുകയ്ക്കാണ് അന്ന് ഏറ്റെടുത്തത്. പക്ഷേ അതൊരു ഒന്നാന്തര ഹോട്ടലാക്കി മാറ്റി, അതിനെ റീഡിസൈൻ ചെയ്തു, മനോഹരമായ ഹോട്ടലാക്കി മാറ്റി. പിന്നീട് അത് വിറ്റു. ആ ഹോട്ടൽ ഇന്നത്തെ രൂപത്തിലാക്കിയത് അങ്ങയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നല്ലോ. അതെ അതെ അല്ലേ? പക്ഷേ അത് വിൽക്കേണ്ടി വന്നു പിന്നീട് പലതരം പ്രോബ്ലംസ് ഒക്കെ ആയിട്ട്. ആദ്യമായി നിങ്ങൾ പറഞ്ഞില്ല തുച്ഛവിലയ്ക്കാണ് കിട്ടിയത്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. That is the highest value. I was the highest bidder. So it was not a small value because their cost was involved in the payment of all the old employees retirement scheme, and there was a lot of money was to be paid. Then it got into certain problems. No problem from my side. ഒരു ദിവസം വേൾഡ് ടൂറിസം ഡേയിലാണ് അതിൻ്റെ ഹോട്ടൽ വന്നിട്ട് അവിടെ നിന്ന് താമസിച്ചിരുന്ന ആൾക്കാരെ കൂടി ഇറക്കി വിട്ടത്. സോ മൈ ഫാമിലി വെൻ സോ in the all the visual media was broadcasting it live as a pride of you doing that. That was the day I decided there is no, if our people do not have the respect of the World International Tourism Day, and they have vacated us that അവരെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ that is the end of, and that was, I said I do not want it. If it is for me, it will come, and my children, my family said don't give it away. I did not, I won the case. I had they brought I won the case. Then the government brought an ordinance. Then my lawyer, he said you can win the battle, not the war. So leave it. So that was the issue. അത് കഴിഞ്ഞ് അങ്ങ് ഇപ്പോൾ മാലിയിൽ മനോഹരമായൊരു 5-star ഹോട്ടൽ, ഇപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ, ഈ കൺവെൻഷൻ സെൻറ്റർ സെക്ടറിൽ മേഖലയിൽ പിന്നീട് കേരളത്തിൽ നടത്തിയില്ല അല്ലേ? അതിനിത് ഒരു കാരണമായിരുന്നിരിക്കാം ഒരു പക്ഷേ. അങ്ങനെയില്ല. നത്തിങ് എൽസ്. I will never give anything adverse about Kerala. This is my state. I would love this place, and I'm very safe. If I'm not safe here, I'm not safe anywhere. So the idea is, if I have started something and that has inspired others, I'm satisfied. And I'm happy that during that time in 95-96, when everybody was running away from Kerala, that investment of 100 crore has given 100 crore was the investment at that time. Okay. In 96, 100 crore rupiyയുടെ ആ investment, that has given a confidence to the other people. അന്ന് ആൾക്കാരിൽ അധികം വലിയ പൈസ ആയി വരുന്ന സമയമാണ്. അതിനുശേഷം 2000 പുതിയ പാത വെട്ടി that has given an investment, ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൊടി പിടിക്കലും ഇതൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി. വി കനോട്ട് ചേഞ്ച് ഓവർ നൈറ്റ്, ബട്ട് ഐ നെവർ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്. അത് കേരളത്തിലെ മൈസ് ടൂറിസത്തിന് ഏറ്റവും വലിയൊരു ബൂസ്റ്റ് കൊടുത്തത്, അതായത് മീറ്റിംഗ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന് ഏറ്റവും വലിയൊരു ബൂസ്റ്റ് കൊടുത്തത് ഈ ഗൾഫാർ കൺവെൻഷൻ സെൻറ്റർ ആയിരുന്നു. ഇപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പോൾ ജമ്മുവിൽ പോയാൽ, ഞാനൊരു 2 വർഷം മുമ്പ് ജമ്മുവിൽ പോയപ്പോൾ അവിടെ ഒന്നാന്തരം കൺവെൻഷൻ സെൻറ്ററും അതിൻ്റെ കൂടെ ഹിൽട്ടൺ ഹോട്ടലും അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് തുടങ്ങിയത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നായിരുന്നു ആ ട്രെൻഡ് തുടങ്ങിയത്. ശരി. അന്ന് ഞാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഡൽഹിയിലുള്ള ഡൽഹിയിൽ പ്രഗതി മൈതാനിലൊക്കെ ഉള്ളത് വിജ്ഞാൻ ഭവൻ അവിടെ ഈ പ്രവാസി അവാർഡുകളൊക്കെ അവിടെ വെച്ചാണ് നടത്തുന്നത്. വിജ്ഞാൻ ഭവൻ. അതായിരുന്നു. അപ്പം അതിന് ശേഷം പിന്നെ വേറെ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. തുടങ്ങി വെച്ചത്
അതുകൊണ്ട് പലവരും അതിനുശേഷം തുടങ്ങിയിട്ടുണ്ട്. പലരും തുടങ്ങിയത് ഇപ്പോൾ അംബാനി ഒരു ഭയങ്കര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ബോംബെയിൽ പണിതു. അംബാനി ഇപ്പോൾ അഡാനി 15 for this country of 1.4 billion people, and India, the tourism is still not exploited fully, and there will be a great opportunity. Airline traffic will go another fivefold, because people will be traveling, and it is connectivity is there. India, these facilities will grow much bigger, and I am sure that കേരളത്തിലെ ഈ മൈസ് ടൂറിസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ അന്ന് തുടങ്ങുമ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒരു കമ്പനി പോലും ഇല്ല. അന്ന് നമ്മുടെ PNC മേനോനൊക്കെ എന്തോ കല്യാണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ 2000-ഓളം ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസ് ഇൻ കേരള. ദാറ്റ് ഇസ് എ ഗ്രേറ്റ്, ദാറ്റ് ഇസ് വെൻ ഐ സീ ദാറ്റ്, that's a great satisfaction. അതൊരു റെവല്യൂഷൻ ആയിരുന്നു. അത് തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്. അവിടെ നിന്നാണ് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, അന്ന് എൻ്റെ സുഹൃത്തായ PNC മേനോൻ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഇവന്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ അന്ന് വെറും പന്തൽ കെട്ടി കല്യാണം നടത്താന്നുള്ള പരിപാടിയല്ലാതെ. അപ്പോൾ അത് ഇന്ന് 2000-ഓളം ഇവന്റ് മാനേജ്മെന്റ് കമ്പനീസ് ദർ ഇൻ കേരള. ചെറുതും വലുതും ഒക്കെ we conducted the Pravasi this in 2013 here, where the president and all the everybody came here, prime minister and all the ministers. അങ്ങിപ്പോഴും നേരത്തെയുള്ള കോൺട്രാക്ടിങ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആ രംഗത്ത് തന്നെയാണോ ഇപ്പോഴും, അതോ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്? My business is contracting. Hotel and all these things. ഞാൻ പറഞ്ഞില്ല, അത് പെട്ടെന്നുണ്ടെന്ന് മാനാർ സാർ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പരിപാടി. അതിനുശേഷം ഇവിടെ മറ്റു പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്, ഇനിയും തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. റോഡ് കൺസ്ട്രക്ഷനിലെ കാര്യമായിട്ടുണ്ടല്ലോ, ഹൈവേ കൺസ്ട്രക്ഷനിൽ അല്ലേ? അപ്പോൾ എത്ര കിലോമീറ്റർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെ ഇന്ത്യയിലെ NHAIക്ക് വേണ്ടിയിട്ട് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും ഞങ്ങളുടെ 100% ഓൺ ബൈ അസ് 2 റോഡ്സ്, ആൻഡ് ഫോർ അലിഗർ ഗാസിയാബാദ്, ഭുവനേശ്വർ ടു ചണ്ഡിഗോൾ, പിന്നെ there is one in മധ്യപ്രദേശ് MTPL, ഇൻഡോർ ടു ഉജ്ജൈൻ, ഈ വക റോഡുകളിലൊക്കെ ഈ ഹൈവേസ് എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. Yes, we not only implement, it is owned by us. Okay, roads are owned by us. ടോൾ പിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഹൈവേ പ്രോജക്റ്റുകളൊന്നും എടുത്തിട്ടില്ല. കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ചെയ്യാൻ. നമ്മൾ പോകുന്നത് എപ്പോഴും I want to be the pioneer on this. So if there are many, then I will open the way for others. Omanlanengil, I was the first one to start an engineering college there in 1996. Okay. I was the one to start the medical college. I was the first one to a private university. So these are all, I always enjoy doing the pioneering efforts. ഒമാനിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ വലുതായിട്ട് ആർക്കും അറിയില്ല. കോൺട്രാക്ടിംഗ് ബിസിനസ് ഉണ്ടെന്ന് അല്ലാതെ കൂടുതലായിട്ട് ആളുകൾ അറിയപ്പെടുന്നത് എല്ലാവരും മുഹമ്മദ് ഗൾഫാർ ഗ്രൂപ്പ് അല്ല. പിന്നെ നമ്മളെ അറിയുന്നത് നമ്മളുടെ ഒരുപാട് തൊഴിലാളികൾ നമ്മളുടെ അവിടെ വർക്ക് ചെയ്തിരുന്നവർക്ക് കൂടെ കേരളത്തിലുണ്ട്. പിന്നെ അവിടെ ചെയ്യുന്നത് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വേൾഡ് കപ്പ് ചെയ്തത് ഞങ്ങൾ പണിതാണ് സ്റ്റേഡിയം, അൽബൈത്ത് സ്റ്റേഡിയം ദോഹയിലും അബുദാബിയിലും അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ എയർപോർട്ട്, സീപോർട്ട്, റിഫൈനറീസ്, ഡ്രില്ലിങ്, ഇവ എല്ലാ മേഖലകളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു കൺസ്ട്രക്ഷൻ മാത്രമല്ല. ഇപ്പോൾ എത്രമാത്രം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു വർഷത്തിൽ ഒരു റഫ്ലി എത്ര 1000 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്രോക്സിമേറ്റ് ആയിട്ട്? അല്ലല്ല, ഇപ്പോൾ നമ്മളുടെ നോക്കുന്ന ഒരു 60,000-70,000 $50,000-65,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്. അത് ഡയറക്റ്റായിട്ട് വേരിയസ് പ്രോജക്റ്റിൽ വിത്ത് ഓൾ ദ കൺട്രീസിൽ. നമ്മളുടെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ. അതിൽ മലയാളികൾ എത്ര കാണുമായിരിക്കും? മലയാളി ആര് വന്നാലും അവർക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒരു കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, 95-ലൊക്കെ അന്ന് 25,000 ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു 10,000-30,000 ആൾക്കാരുണ്ടാവും വേരിയസ് പ്രോജക്റ്റുകളിലായിട്ട്, ഓൾ ഓവർ ദ വേൾഡ്. യെസ്, എനിത്തിങ് വി ബിൽഡ് എവറിത്തിങ് in the construction industry, except we don't build airport aircrafts. Rest anything from oil industry, from the drilling to the filling station, we do everything. In the water industry,
from the seawater to every water to the into the individual houses. In the building industry, we do from the smallest houses to the highest palaces. In the ports, we do all the seaports and all the fisheries, harbors, etc. Highways, biggest highways. Most of the roads in Oman built by us. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മൈസ് ടൂറിസം ആയാലും ശരി, ഡെസ്റ്റിനേഷൻ വെഡിങ് ആയാലും ശരി, കേരള ടൂറിസം വളർത്തുന്നതിനായിട്ട്, പ്രത്യേകിച്ച് ഈ മൈസ് ടൂറിസവും മറ്റും വളർത്തുന്നതിനായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാറുണ്ടോ? MICE tourism is going well here. At least it has come to a maturity level. One thing we have to do, Minister was telling, we have 44 rivers. Okay. But we don't have drinking water. Do you get running water in your house? In summer area, summer places? This is something area which we should focus. 44 rivers we have. Those and drink. At least we should make available the drinking water to every house at all seasons. Privatize it, subsidize it, give it free to the people who cannot afford to pay. ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രൊഡക്ഷനും പ്രൈവറ്റൈസ് ചെയ്യണം അല്ലേ? You can say, I'm just asking you a question. We have 44 rivers. Yeah. I am asking you a question, you live. Do you get 24/7 water, 365 days? ഭൂരിപക്ഷം വീടുകളിലും കിട്ടുന്നില്ല അത്. So why are we not doing? Second thing is our wastewater, waste collection, processing and recycling and the wastewater. These three things, if you give proper attention, that will bring down our medical expenses of an ordinary person by at least 2,000 rupees per month. Because they spend that much money for malaria or dengue, all these things. Do that. So if you collect, do privatize or the government focus water and wastewater and give it free to the people, those who cannot afford, but make it available as a system, it will be a great service to Kerala. See, as I told you, 5-star hotel is not for ordinary people, but they get the benefit of employment, they get the benefit of people come here, the others get an employment, they are benefit. Now Vizhinjam Port, that is a great revolutionary project that will bring hundreds of thousands of employment if you build the proper ecosystem. And but अक्सर बोलते हैं हिंदी में बोलते हैं अक्सर हम देर करते हैं. We always delay things. We come. In 2003 you said you covered that program. Global investment. There was a project called Expressway, North-South Expressway. There, what was the paper said? There we are going to divide Kerala and we are going to rich and poor. There are so many things. And today the same road is built after 20 years. That we lost 20 years of enhanced development of our state. ഓരോ പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് നടപ്പാക്കാതെ, വിത്തിൻ്റെ ടൈം ഫ്രെയിം നടപ്പാക്കാതെ, പിന്നെ ആ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കും ചെയ്യാതെ പിന്നീട് വർഷങ്ങൾ നീട്ടിക്കൊണ്ട് പോവുകയാണ്. That is ഇന്ത്യയിൽ അക്സർ ദേർ കർലേത്തെ. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഈ അതൊരു ഫാമിലി നടത്തുന്ന ബിസിനസ് കൂടി ആയ സ്ഥിതിക്ക് അടുത്ത ജനറേഷനിലേക്ക് ഇത് പകർന്ന് നൽകിയിട്ടുണ്ടോ ഈ ഒരു ബിസിനസ്സും നേതൃത്വം, ലീഡർഷിപ്പും? എൻ്റെ മകനും മകളൊക്കെ ഇതിൽ വെരി ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ബിസിനസ്. ഐ ആം ഷുവർ ദേ വിൽ continue this path and they all know that it has to be sustainable, people friendly, and not money making is not the objective. It has to be a pioneering project and should do good to the it should be a revolution. And it should be like blazing a new trail. verum business മാത്രമല്ല. That's very good. Thank you. That is very rare to hear. Thank you very much. Thank you very much.